ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിക്കൂസ് വണ്ടർ വേൾഡ്. കൂട്ടുകാർക്ക് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി ചിരിക്കുന്നത്? നിങ്ങൾ ചിരിക്കുന്ന പോലെ കാറ്റിലും പൊട്ടിച്ചിരിക്കാൻ ഒരാളുണ്ട്, അതറിയോ നിങ്ങൾക്ക്? ഞാൻ ആ ചിരി ഏൽപ്പിച്ചു തരാം. ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ കൂട്ടുകാർക്ക്? ആളെ മനസ്സിലായോ നിങ്ങൾക്ക്? എങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവൻ്റെ പേരാണ് ഹയീന. ഇതാണ് ആശാൻ. അതെ, കാണാൻ ഒരു പട്ടീനെ പോലെയൊക്കെ ഉണ്ടല്ലേ, പക്ഷെ അല്ല കേട്ടോ. ഇവർക്ക് ബന്ധം പൂച്ചകളായിട്ടാണ്. മലയാളത്തിൽ നമ്മൾ ഇതിനെ കഴുതപ്പുലി എന്ന് വിളിക്കും. ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഇവർ കൂടുതലായി ഉള്ളത്. ഹൈനകൾ 4 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. സ്പോട്ടഡ് ഹൈന, ഇവർ ആഫ്രിക്കയിലാണുള്ളത്. അടുത്തത് സ്ട്രൈപ്ഡ് ഹൈന, ഇവൻ കൂടുതൽ ഏഷ്യയിലാണ്, ഇന്ത്യയിലുമുണ്ട്. അടുത്തതാണ് ബ്രൗൺ ഹൈന, ഇവർ സൗത്ത് ആഫ്രിക്കയിലാണ്. അടുത്ത ടൈപ്പാണ് ആഡ് വൂൾഫ്, ഇവരെയും ആഫ്രിക്കയിൽ കാണാം. ഹൈനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയാമോ? അതാണ് സ്പോട്ടഡ് ഹൈനാസ്. അവരുടെ ദേഹത്ത് സ്പോട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അവരെ സ്പോട്ടഡ് ഹൈന എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളും ജോസുകളുമാണ് ഹൈനയ്ക്കുള്ളത്. എല്ലുകൾ വളരെ ഈസി ആയിട്ട് കടിച്ചു മുറിച്ചെടുക്കും. വേറൊരു കാര്യം അറിയാമോ കൂട്ടുകാർക്ക്? ആനിമൽസിന്റെ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ബൈറ്റ് ആർക്കാണെന്നോ? നമ്മുടെ ഹൈനയ്ക്ക്. സിംഹം പോലും അത് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഹൈനന്റെ കടിക്കാനുള്ള പവറിനെ കുറിച്ചാണ്. ശത്രുവിനെ കീഴ്പ്പെടുത്താൻ സിംഹം തന്നെയാണ് മിടുക്കാൻ. ഇത് കണ്ടിട്ട് നിങ്ങളെ നോക്കി ചിരിക്കുവാണെന്നൊന്നും വിചാരിക്കില്ലേ. ഇവർ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് ഇര പിടിക്കുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ ഒക്കെയാണ്. അതുകൊണ്ട് അത് കേട്ട ഓടി രക്ഷപ്പെട്ടോണം. ചത്തു കിടക്കുന്ന ജീവികളെ തിന്നുന്നവർ, സിംഹത്തിൻ്റെ ഭക്ഷണം മോഷ്ടിക്കുന്നവർ എന്നൊക്കെയാണ് ഹൈനകളെ കുറിച്ച് പറയാറ്. പക്ഷെ അതുമാത്രമല്ല സത്യം, ഇവന്മാർ നല്ല ഒന്നാന്തരം വേട്ടക്കാരാണ്. ഹൈന മാത്രമല്ല, സിംഹവും ഹൈനേൻ്റെ കയ്യിൽ മോഷ്ടിക്കാറുണ്ട്. ഹൈന വേട്ടക്കാരനാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആരൊക്കെ പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാനുകളെയും പോത്തുകളെയും സീബ്രകളെയും ഒന്നിനെയും വെറുതെ വിടാറില്ല. ഇവരുടെ പല്ലുകളും ജോ മസിൽസുമാണ് ഇവരെ വേട്ടയാടാൻ സഹായിക്കുന്നത്. കാട്ടിലെ ഹൈനേൻ്റെ ഏറ്റവും വലിയ ശത്രു സിംഹമാണ്. ചാൻസ് കിട്ടിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. വയസ്സായിട്ടുള്ള സിംഹങ്ങളെയും ചെറിയ സിംഹങ്ങളെയും ഹൈനകൾ കൂട്ടമായി ആക്രമിക്കും. ആരോഗ്യമുള്ള സിംഹത്തിന് ഹൈനനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ഇതുപോലെ. അതുപോലെ തന്നെ ഹൈനനെ ആക്രമിക്കുന്ന വേറെ ജീവികളാണ് മുതലയും പുലികളും ഒക്കെ. ഹൈന മോഷ്ടിക്കാണ്ടിരിക്കാനാണ് പുലി ഭക്ഷണം മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഹൈനകൾ തമ്മിൽ നന്നായി ഫൈറ്റ് ചെയ്യാറുണ്ട്. ഹൈനകളും കൂട്ടമായിട്ടാണ് ജീവിക്കാറ്. ഒരു കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഹൈനകൾ ഉണ്ടാവും. പെൺ ഹൈനകളാണ് ഹൈനകളുടെ കൂട്ടത്തിലെ ലീഡർ. ആൺ ഹൈനകളെക്കാളും വലുപ്പമുണ്ട് പെൺ ഹൈനകൾക്ക്. ഇവരുടെ കുഞ്ഞുങ്ങളെയും കബ് എന്നാണ് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ ആക്രമിക്കാനുള്ള പല്ലൊക്കെ ആയിട്ടാണ് ഇവരുടെ വരവ്. മാളങ്ങളെയാണ് ഹൈനകളും ജീവിക്കുന്നത്. മനുഷ്യരുടെ വളർത്തുമൃഗങ്ങളെയും കൃഷി സ്ഥലങ്ങൾ ആക്രമിക്കുന്നത് കൊണ്ടും മനുഷ്യർ ഹൈനകളെ വേട്ടയാടി കൊല്ലാനുണ്ട്. ധാരാളം സിനിമകളിലും കൂട്ടുകാർ ഹൈനനെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണ് ലയൺ കിങ് മൂവി. വേറൊരു പടം കൂടി ഉണ്ട്, ഇതെന്തായാലും കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. വിജയിൻ്റെ കൂടെയുള്ള ഹൈനേനെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ബാക്കി ടൈപ്പുള്ള ഹൈനകൾ ഇത്രയും ഡേഞ്ചറസ് അല്ല. വേട്ടയാടാനും പോവാറില്ല. നമ്മുടെ ഇന്ത്യയിൽ കാണാറുള്ളത് സ്ട്രൈപ്ഡ് ഹൈനാസ് ആണ്. സൂകളിലും ഹൈനേനെ കാണാൻ പറ്റും. ചെറുപ്പം മുതൽ മനുഷ്യരുടെ കൂടെ വളർന്ന ഹൈനകൾ മനുഷ്യരുമായി ഇണങ്ങാറുണ്ട്. ഇതൊരു വൈൽഡ് ആനിമലാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഇപ്പോൾ ഹൈനേൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ ഫ്രം ചിക്കൂസ് വണ്ടർ വേൾഡ്.